Dear students, we have already talked about Raman spectroscopy or Raman scattering. Raman effectനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു monochromatic intense beam of light when it passes through a particular media. It will undergo scattering. Scattered radiation analyze ചെയ്യുമ്പോൾ you can see three different frequencies. One will be having the intensity, one will be having the frequency same as that of the incident radiation, that is termed as Rayleigh scattering or Rayleigh lines, and then you will be having radiation which is having energy or or frequency higher than the corresponding incident radiation, that is termed as anti-Stokes lines, and there will be some radiation which will be having the frequency or energy lower than the corresponding incident radiation, that is termed as the Stokes lines. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറയുന്നു. സ്റ്റോക്സ് ഉണ്ട്, ആൻറ്റി സ്റ്റോക്സ് ഉണ്ട്, റെയിലേ സ്കാറ്ററിങ് നടക്കുന്നുണ്ട്. സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സുമാണ് റാമൻ ലൈൻസ് എന്ന് പറയുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സ്കാറ്റേർഡ് റേഡിയേഷൻ കാണുന്ന ഇഫക്റ്റിനെ റാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നു. സോ എപ്പോഴാണ് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ റാമൻ ആക്റ്റീവ് ആകുന്നത്? ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാമൻ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റാമൻ ഇഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിൽ ഓൾ ദ മോളിക്യൂൾസ് ഷോ റാമൻ ആക്ടിവിറ്റി ആൻഡ് വാട്ട് ഈസ് ദ ബേസിക് കണ്ടീഷൻ ടു ഷോ റാമൻ ആക്ടിവിറ്റി? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ഈ ഒരു വീഡിയോയിൽ ശ്രമിക്കുന്നത്. when will a particular mode of vibration or rotation or particular change result in Raman effect? ഒരു മോളിക്യൂൾ എന്തുകൊണ്ട് റാമൻ ഇഫക്റ്റ് കാണിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദ ബേസിക് കണ്ടീഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ എ മോളിക്യൂൾ ടു ഷോ റാമൻ ആക്ടിവിറ്റി ഈസ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. ഏതൊരു മോളിക്കുലർ മോഷൻ നടക്കുമ്പോഴും ഒരു വൈബ്രേഷണൽ ചേഞ്ച് ആകാം, ഒരു റൊട്ടേഷണൽ ചേഞ്ച് ആകാം, അതിനെല്ലാം അസോസിയേറ്റ് ചെയ്ത് ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി then you can say that particular molecule is Raman active. So change in polarizability is the primary condition that is necessary for Raman activity. Change in polarizability. So what is polarizability? When will you say a molecule is polarized? എന്താണ് പോളാർ എന്ന് പറഞ്ഞാൽ? അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. പോളാർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് ചാർജും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കെപ്റ്റായിട്ടിരിക്കുന്നു. ആ ഒരു സ്റ്റേറ്റിൽ നമ്മളൊരു മോളിക്യൂൾ പോളാർ എന്ന് പറയും. സോ പോളറൈസബിലിറ്റി മീൻസ് എന്താണ്? നമുക്കൊരു മോളിക്യൂളിനെ പോളറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എത്രത്തോളം ഇഫക്റ്റീവായിട്ട് അതിൻ്റെ പോളാർ നേച്ചറിലേക്ക് വരാൻ പറ്റും, എത്രത്തോളം ഇഫക്റ്റീവായിട്ട് പോളറൈസ്ഡ് ആകും, അതിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. സോ വെൻ എ മോളിക്യൂൾ ഈസ് പുട്ട് ഇൻ എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് it suffers from distortion. ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുന്നു. ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ടെർമിനൽ പോസിറ്റീവും ഒരു ടെർമിനൽ നെഗറ്റീവും ആയിരിക്കും. അതിൻ്റെ വിത്തിനുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസിന് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് അത് പക്ഷേ അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇപ്പം 3 വോൾട്ട് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂലായിരിക്കും നിൽക്കുന്നത്. സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ആ ഇലക്ട്രിക് ഫീൽഡ്, അവിടെ അസോസിയേറ്റഡ് ആയിരിക്കുന്നത്. സോ ആ ഒരു ഫീൽഡ് നമ്മളൊരു മോളിക്യൂളിനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ, ന്യൂട്രൽ ആയിരിക്കുന്ന ഒരു മോളിക്യൂളിനകത്ത് ബോണ്ടുകളുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളാണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ, ഇഫ് യു ഹാവ് H2 മോളിക്യൂൾ, ദിസ് H ബോണ്ട്, ഈ ബോണ്ടിൻ്റെ വിത്തിൻ ഇവിടെ ഇലക്ട്രോൺസ് ആണുള്ളത്. സോ നിങ്ങൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ മോളിക്യൂളിനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ സൈഡിലേക്കും അതുപോലെ തന്നെ ന്യൂക്ലിയസ് പെർട്ടിക്കുലർ ഒരു സൈഡിലേക്ക് മാറി ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുക മോളിക്യൂളിന്. സോ ആദ്യം അത് യൂണിഫോം ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ദെൻ വെൻ യു കീപ് ദാറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദർ വിൽ ബി പോളറൈസേഷൻ. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കുറച്ച് ഷിഫ്റ്റ് ആകും. ന്യൂക്ലിയസ് വിൽ ബി മൂവിങ് സംവാട്ട് towards the negative side of the particular electric field. Excuse me. So when a molecule is put in a static electric field, it suffers some distortion.
the positively charged nuclei being attracted towards the negative pole and the electrons to the positive pole. Obviously നമ്മൾ ഏത് സ്പീഷീസ് എടുക്കുകയാണെങ്കിലും ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ്. നെഗറ്റീവ് സൈഡിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സ്പീഷീസും പോസിറ്റീവ് സൈഡിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സ്പീഷീസും മൂവ് ചെയ്യുന്നുള്ളത്. This separation of charge centers causes an induced dipole moment, electric dipole moment. So ആദ്യം ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തൊരു മോളിക്യൂൾ ആണെങ്കിലും അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് അത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഡൈപോൾ electric dipole will be induced in that particular molecule and this will result in polarization of the molecule and the molecule will be said to be polarized. ഇങ്ങനെ ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് സെറ്റപ്പ് ആവുക മോളിക്യൂളിൽ ആ ഒരു കേസിൽ നമ്മൾ പറയും മോളിക്യൂൾ പോളറൈസ്ഡ് ആയെന്ന്. മോളിക്യൂൾ പോളറൈസ്ഡ് ആയെന്ന് പറയും. എത്ര എളുപ്പത്തിൽ അതിനെ പോളറൈസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. ഫാസ്റ്റായിട്ട് പോളറൈസേഷൻ നടക്കുന്നു, വളരെയധികം പോളറൈസേഷൻ നടക്കുന്നു. ആൻഡ് ഇൻ ദാറ്റ് കേസ് നമ്മൾ പറയും ഈസിലി പോളറൈസബിൾ മോളിക്യൂളാണ്. അത്ര എളുപ്പത്തിൽ പോളറൈസേഷൻ നടക്കുന്നില്ലാത്ത കേസിൽ നമ്മൾ പറയും പോളറൈസബിലിറ്റി കുറവാണെന്ന്. ദ സൈസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് dipole mu depends both on the magnitude of the applied field and the ease with which the molecule can be distorted. ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ്. ദാറ്റ് ഈസ് mu is equal to alpha into E. E is the electric field. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എത്ര ഇലക്ട്രിക് ഫീൽഡ് ആണ് അതിൻ്റെ സ്ട്രെങ്ത്. ആൽഫ is the polarizability. സോ ഒരു മോളിക്യൂള് Raman active ആകണമെങ്കിൽ there should be a change in polarizability associated with any of the molecular vibration or rotation. റൊട്ടേഷനോ വൈബ്രേഷനോ അസോസിയേറ്റ് ചെയ്ത് അവിടെ ഒരു ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ റാമൻ ആക്റ്റീവ് ആവുള്ളൂ. റൊട്ടേഷൻ്റെയും വൈബ്രേഷൻ്റെയും കേസിൽ നമ്മൾ വേറെ കണ്ട. റൊട്ടേഷൻ്റെ കേസിൽ ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണം, വൈബ്രേഷൻ്റെ കേസിൽ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വേണം. ഇവിടെ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി വരുന്നത്. ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണെല്ലാം, പക്ഷേ ഒന്നല്ല. ആദ്യത്തെ കേസിൽ ഡൈപോൾ മൊമെൻറ്റ്, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്, ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. പോളറൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡൈപോളിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ ഒരു മോളിക്യൂൾ റാമൻ ആക്റ്റീവ് ആകണമെങ്കിൽ അത് ഷുഡ് ബി ഹാവിങ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഡ്യൂറിങ് ദാറ്റ് പെർട്ടിക്കുലർ mode of vibration or rotation. So now we are moving on to the classical theory of Raman effect. Classical theory of Raman effect. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ if we are getting an observation, ഒരു എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ you have to theoretically explain that particular observation. തിയററ്റിക്കലി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം പോരാ, ആ തിയറി യു ഹാവ് ടു അപ്ലൈ ഇൻ സം അതർ കേസസ് സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എ പ്രെഡിക്റ്റബിൾ റിസൾട്ട്. സോ അതൊരു സർക്കുലർ ആയിട്ട് പോകുന്ന കേസാണ്. നമ്മൾ ആദ്യം ഒരു ഒബ്സർവേഷൻ കിട്ടി, ഒബ്സർവേഷൻ വെച്ച് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്തു, തിയറി വെച്ച് നമ്മൾ പിന്നെ അടുത്ത എക്സ്പെരിമെൻറ്റ്സിന് അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും ദിസ് ആർ ദ പോസിബിലിറ്റീസ്. അങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് എക്സ്പെരിമെൻ്റലി ആ റിസൾട്ട് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ തിയറിയും കറക്റ്റായി, നമ്മുടെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടും കറക്റ്റായി. അല്ലാതെ എത്ര ഭംഗിയുള്ള തിയറി ആണെങ്കിലും ദാറ്റ് വോണ്ട് ബി യൂസ്ഫുൾ. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ റാമൻ ഇഫക്റ്റ്, വൈ യു ഒബ്റ്റെയിൻ ദിസ് ആൻറ്റി സ്റ്റോക്സ് ആൻഡ് സ്റ്റോക്ക് ലൈൻസ്. സ്കാറ്ററിങ് നടക്കുമ്പോൾ എന്തുകൊണ്ട് സ്റ്റോക്സ് ലൈനും ആൻറ്റി സ്റ്റോക്സ് ലൈനും ഫോം ചെയ്യുന്നു, ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോളറൈസേഷൻ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസിക്കൽ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബട്ട് ദിസ് ഇസ് നോട്ട് ആൻ അഡിക്വേറ്റ് തിയറി ടു എക്സ്പ്ലെയിൻ ദി ഇൻറ്റൻസിറ്റീസ്. ക്ലാസിക്കൽ തിയറി നമുക്ക് എന്തുകൊണ്ട് സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സും കിട്ടുന്നു എന്നുള്ളതിന് എക്സ്പ്ലനേഷനാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റോക്സ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ്. സോ കമ്മിങ് ടു ക്ലാസിക്കൽ തിയറി, ആസ് വി ഹാവ് ഓൾറെഡി മെൻഷൻഡ്, നമ്മളൊരു പെർട്ടിക്കുലർ സ്പീഷീസിനെ, ഒരു മോളിക്യൂളിനെ, സപ്പോസ് ദിസ് ഇസ് എ മോളിക്യൂൾ, ഒരു ആറ്റം എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു പോസിറ്റീവ് സെൻറ്റർ ഉണ്ട്, ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. ഇഫ് യു ആർ കീപ്പിംഗ് ദാറ്റ് ഇൻ an electric field, you can see a polarization in that particular species.
ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത കേസിൽ സിമെട്രിക് ആയിട്ടിരുന്ന മോളിക്യൂളായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് when it is kept in an electric field, it undergo polarization, electronic polarization or electrical polarization. A dipole is induced within that. The polarization P is equal to alpha into E. നമ്മൾ നേരത്തെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് എന്നുള്ള രീതിയിൽ കണ്ടായിരുന്നു. ബട്ട് ഹിയർ ദ പോളറൈസേഷൻ P is equal to alpha into E. Alpha is the polarizability and E is the strength of the electric field. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെയും മോളിക്യൂൾ എത്ര എളുപ്പത്തിൽ പോളറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോളറൈസേഷൻ ഇരിക്കുന്നത്. ഇതൊരു സ്റ്റാറ്റിക് ഫീൽഡിൽ നമ്മൾ മോളിക്യൂൾ കീപ്പ് ചെയ്യുമ്പോഴുള്ള സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സ്റ്റാറ്റിക് ഫീൽഡല്ല, നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ അതൊരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് അല്ല. ദാറ്റ് ഈസ് ആക്ച്വലി ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. സോ വി ഹാവ് ടു അക്കൗണ്ട് ഫോർ ദാറ്റ്. നമ്മളൊരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് വി വിൽ ബി കൺസിഡറിങ് സം വൈബ്രേഷൻ കൈൻഡ് ഓഫ് മോഷൻ. ഒരു വൈബ്രേഷൻ മോഷൻ നമ്മൾ അസ്യൂം ചെയ്യും, ഇൻ വിച്ച് പെർട്ടിക്കുലർ കോർഡിനേറ്റ് വിൽ ബി ചേഞ്ചിങ്. ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് പീരിയോഡിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു പെർട്ടിക്കുലർ കേസ് നമ്മൾ കൺസിഡർ ചെയ്യും. And also we will be having ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിലേഷനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് we will be arriving at a relation for P. So this one is equation 1. And if you are allowing an oscillating electric field to fall on the molecule, ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് റേഡിയേഷൻ തന്നെ നമ്മൾ ഫാൾ ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുന്നു. ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? Static electric field will be having the same direction as such. All throughout the process നമുക്ക് സെയിം ഡിറക്ഷൻ ആയിരിക്കും. ഓസിലേറ്റിംഗ് ആകുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ അത് പോസിറ്റീവും നെഗറ്റീവും ഡയറക്ഷൻസ് എങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് മോളിക്യൂളിനും ആ ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്ന വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് an oscillating electric field. So instead of E, you have to write E0 cos 2 pi mu 0 into T. Mu 0 into T. Mu 0 is the frequency of oscillation. Oscillation frequency ആണ് mu 0 തന്നിരിക്കുന്നത്. E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരും. ആൻഡ് cos 2 pi mu 0 T. പീരിയഡിക് ഫംഗ്ഷൻ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. For simplicity, let us consider vibration of molecules. നമ്മൾ റൊട്ടേഷൻ അല്ല, വൈബ്രേഷൻ കൺസിഡർ ചെയ്യുന്നു. വൈബ്രേഷനകത്ത് നമുക്ക് റിലേറ്റീവ് ആയിട്ടുള്ള പൊസിഷൻസ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊസിഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ചില കേസസിനകത്ത് ഡൈപോൾ മൊമെൻറ്റ് വേരി ചെയ്യാം, ചില കേസിനകത്ത് ഡൈപോൾ മൊമെൻറ്റ് സെയിം ആയിട്ട് നിൽക്കും, പോളറൈസബിലിറ്റി ചേഞ്ച് ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കും. അത് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോസിലൊക്കെ പറയും. സോ വി ആർ കൺസിഡറിങ് വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ്. Q be the normal coordinate associated with a particular mode of vibration of frequency mu m. Vibrating in a frequency mu m ആണ്. Q is the normal coordinate associated with that particular mode of vibration. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു വൈബ്രേഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയുള്ളൊരു മോഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ Q ആണ് അതിൻ്റെ കോർഡിനേറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദ കറസ്പോണ്ടിങ് equation for the function can be represented using Q is equal to Q0 cos 2 pi mu m into T. Mu m is the oscillation frequency. ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് mu m. സോ നമ്മളൊരു വൈബ്രേഷൻ നടക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ Q is the normal coordinate associated with a particular mode of vibration. ആ Qവിനകത്താണ് വേരിയേഷൻ വരുന്നത്. With respect to Q, we can write this particular periodic function. Q is equal to Q0 cos 2 pi mu m into T. So ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ക്യൂവിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, അടുത്ത ഇൻസ്റ്റൻറ്റിൽ വേറെ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ കറസ്പോണ്ടിങ് ഇക്വേഷൻ നമ്മൾ കിട്ടുന്നത്. ആൻഡ് പോളറൈസബിലിറ്റി ക്യാൻ ബി ഗിവൺ ആസ് എ ടൈലർ സീരീസ് ഇൻ നോർമൽ കോർഡിനേറ്റ്. ക്യൂവിൻ്റെ നോർമൽ കോർഡിനേറ്റിൽ നമുക്ക് പോളറൈസബിലിറ്റി കാണിക്കാം. കാരണം വൈബ്രേഷൻ്റെ എക്സ്റ്റെൻഡ് മാറുന്നതനുസരിച്ച് പോളറൈസബിലിറ്റി മാറിക്കൊണ്ടിരിക്കും. ഒരു ബോണ്ട് വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്,
കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻ ആണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. സോ ഇപ്പം ബോണ്ട് എലോങ്ങേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൺട്രാക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ ബോണ്ടിൻ്റെ ലെങ്ത് എങ്ങനെ വേരി ചെയ്യുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ പോളറൈസബിലിറ്റി വേരി ചെയ്യും. സോ ആക്ച്വലി യു ക്യാൻ ഗിവ് പോളറൈസബിലിറ്റി ആസ് എ ടൈലർ സീരീസ്, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്, ആ സീരീസിൽ കൊടുക്കാൻ പറ്റും. ഇൻ നോർമൽ കോർഡിനേറ്റ് ക്യൂവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ ഫംഗ്ഷനായിട്ട് നമുക്കൊരു ടൈലർ സീരീസ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ 0 പ്ലസ് ഡോ ആൽഫ ഡിവൈഡ് ബൈ ഡോ ക്യൂ 0 ഇൻറ്റു ക്യൂ പ്ലസ് അത് ഹയർ ടേംസും കൂടെ വരും, ഹയർ സ്ക്വയേഴ്സ് ഒക്കെ വരുന്ന ടേംസിലേക്ക് വരും. നമുക്ക് ഇത്രയും ടേംസിൻ്റെ ആവശ്യമേ ഉള്ളൂ. So you have equation 2 corresponding to the oscillating electric field, you have equation 3 corresponding to the particular vibration mode of the molecule, and you have equation 4 corresponding to the polarizability, which is represented as a Taylor series. What we are going to do is that we will be substituting equation 2, 3 and 4 in equation number 1. Equation number 1 ലേക്ക് നമ്മൾ equation number 2ഉം 3ഉം 4നെയും substitute ചെയ്യുന്നു. And we will be arriving at this particular equation where polarizability will be equal to alpha 0, polarization P is equal to alpha 0 plus dou alpha divided by dou Q 0 into Q0 cos 2 pi mu m t into E0 cos 2 pi nu 0 t. To expand ചെയ്യുമ്പോൾ you will be arriving at this relation P is equal to alpha 0 E0 cos 2 pi nu 0 t plus ഇതൊരു ജനറൽ കേസ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എല്ലാം ആൽഫ 0 ആണ്, E0 ആണ്, ന്യൂ 0 ആണ് വാല്യൂസ് വരുന്നത്. ആൻഡ് ഡോ ആൽഫ ഡിവൈഡ് ബൈ ഡോ ക്യൂ 0 ഇൻറ്റു Q0 cos 2 pi nu m t ഇൻറ്റു E0 cos 2 pi nu 0 t. So cos 2 pi nu m t into cos 2 pi nu 0 t നെ നമുക്ക് ട്രിഗണോമെട്രിക് റിലേഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടേംസിലേക്ക് എഴുതാൻ പറ്റും. cos a into cos b is equal to cos a plus b plus cos a minus b എന്നുള്ള ഒരു സിമിലർ ആയിട്ടുള്ള റിലേഷനിലേക്ക്. സോ ഹിയർ യു ഹാവ് cos 2 pi nu 0 plus nu m t plus cos 2 pi nu 0 minus nu m t. So ഈ റിലേഷൻ ultimately you will be getting p is equal to alpha 0 E0 cos 2 pi nu 0 t plus dou alpha divided by dou q 0 into Q0 E0 into cos 2 pi nu 0 plus nu m t plus cos 2 pi into nu 0 minus nu m t. So ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ can see this particular term. This is an important term. Change in polarizability with respect to the molecular coordinate. ഒരു വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ, ഒരു എലോങ്ങേഷൻ നടക്കുമ്പോൾ, ഒരു കോൺട്രാക്ഷൻ നടക്കുമ്പോൾ, ഒരു ബെൻഡിങ് നടക്കുമ്പോൾ എത്രത്തോളം പോളറൈസബിലിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ വൈബ്രേഷൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്, റൊട്ടേഷൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. റൊട്ടേഷണൽ വൈബ്രേഷൻ സ്പെക്ട്രം ഉണ്ട് റാമിനകത്ത്. നമ്മൾ വൈബ്രേഷൻ സിമ്പിളർ ആയതുകൊണ്ട് അതിൻ്റെ കേസ് പറയുന്നു, കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ്ലി സ്റ്റഡീഡ് ആവുന്നതുകൊണ്ട് അതിൻ്റെ കേസ് പറയുന്നു. സോ ഡോ ആൽഫ ഡിവൈഡ് ബൈ ഡോ ക്യൂ 0, ആൽഫ ക്യൂ മാറുന്നതനുസരിച്ച് വേരി ചെയ്യുന്നില്ലെങ്കിൽ, ദാറ്റ് മീൻസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ മോഡ് ഓഫ് വൈബ്രേഷൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. ആ ഒരു കേസ് വരുമ്പോൾ ഡോ ആൽഫ ഡിവൈഡ് ബൈ ഡോ ക്യൂ വിൽ ബി ഈക്വൽ ടു 0. ആ വാല്യൂ 0 ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ടേം കംപ്ലീറ്റ് സമ്മേഷൻ കംപ്ലീറ്റ് 0 ആയി പോകും. സോ ഈ ഒരു ടേം ഇസ് ഹൈലി സിഗ്നിഫിക്കൻറ്റ് during that particular mode of vibration. If there is a change in polarizability only, you will be seeing this term. Otherwise you will be having only this term. So ഈ ഒരു ടേം 0 ആണെങ്കിൽ you will be having alpha 0 E0 cos 2 pi nu 0 t. ഈ ടേം 0 ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി നടക്കുന്നില്ല. ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഇല്ലെങ്കിൽ റാമൻ ഇഫക്റ്റ് ഇല്ല. റാമൻ ഇഫക്റ്റ് ഇല്ലെങ്കിൽ സ്കാറ്ററിംഗ് നടക്കുന്ന മുഴുവൻ റെയിലേ ലൈൻസ് തന്നെ ആയിരിക്കും. സോ ദിസ് കറസ്പോണ്ട്സ് ടു ദ റെയിലേ ലൈൻസ്.
alpha 0 E0 cos 2 pi nu 0 t. Raman lines ഇല്ലാതെ നമ്മൾ കാണുന്ന ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈൻസസ് ആൽഫ 0 E0 2 pi nu 0 t കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെയിലേ ലൈൻസ് ആണ്. This corresponds to the Rayleigh scattering. സെക്കൻഡ് ടേമിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും. So if this is non-zero, not equal to 0, only then you will be having this second term. Only then you will be having the second term. And in second term il thanne nu 0 plus nu m corresponds to the anti-Stokes lines, and nu 0 minus nu m will be corresponding to the Stokes line. Frequency variation അത് correspond ചെയ്യുന്ന Stokes lines നും anti-Stokes lines നുമാണ്. nu 0 is the incident radiation frequency, mu m is the corresponding നമ്മുടെ മൂവ്മെൻറ്റ് കാരണം അതിൻ്റെ എന്താ ക്യൂ വാല്യൂ കോർഡിനേറ്റ് മാറുന്നതനുസരിച്ച് വരുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് പീരിയോഡിക് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. സോ ഹിയർ യു ക്യാൻ സീ Rayleigh, anti-Stokes and Stokes lines when they will be produced. What is the condition? So the important condition is dou alpha divided by dou q0 should not be equal to 0. If that is equal to 0, there will not be Raman lines. Molecular vibration will be Raman active only if it causes a change in component of polarizability associated with that particular motion. ഒരു മോളിക്യൂളിൻ്റെ മോഷനെ അസോസിയേറ്റ് ചെയ്ത് if there is change in polarizability, only then that molecular motion or molecular transition will be Raman active. നമ്മൾ സിമ്പിളായിട്ട് വൈബ്രേഷൻ ട്രാൻസിഷൻ്റെ കേസാണ് പറഞ്ഞത്, റൊട്ടേഷൻ്റെ കേസല്ല. So that is regarding the classical theory of Raman effect. According to this theory, you are able to explain why you have the Stokes shift and anti-Stokes, or Stokes lines and anti-Stokes lines, and what is Rayleigh lines. Why is it necessary for a change in polarizability to occur during a particular transition? All those things are clear from this particular equation. Polarization equal to alpha 0 E0 cos 2 pi nu 0 t, which corresponds to Rayleigh lines, plus dou alpha divided by dou q0, which corresponds to the change in component of polarizability, multiplied by q0 E0 into cos 2 pi nu 0 plus nu m into t, which corresponds to the anti-Stokes lines, plus cos 2 pi nu 0 minus nu m into t, which corresponds to the Stokes lines. So this particular equation clearly gives you an idea why there is necessity for a change in polarizability of a component required to observe Raman lines, and that's regarding the classical theory of Raman spectra or Raman scattering. But classical theory can explain lines, but they cannot predict their intensities. ഇവിടെ ലൈൻസ് പറയാൻ പറ്റുന്നുണ്ട്, ലൈൻസ് എത്രയാണെന്ന് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുന്നില്ല. We know that Stokes will be having intensity greater than anti-Stokes. ആൻറ്റി-സ്റ്റോക്സിനെക്കാട്ടും ഇൻറ്റൻസിറ്റി ഹയർ ആയിരിക്കും സ്റ്റോക്സിൻ്റെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വൈ ദാറ്റ് സോ എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ. ക്ലാസിക്കൽ തിയറി ഇസ് നോട്ട് ഏബിൾ. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ക്വാണ്ടം തിയറി. Quantum theory use it, you can actually predict the intensity of Stokes and anti-Stokes lines. Quantum theory വെച്ച് നമ്മൾ അതിൻ്റെ എനർജി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും, quantum levels calculate ചെയ്യും, and based on that you can actually predict the intensities. So that will be discussed in the next video, and that's all. Thank you.